നമസ്കാരം. പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ചൊവ്വൂരിൽ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് ഇടിച്ചു കയറി അപകടം. 3 സ്ത്രീകൾക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. ചൊവ്വൂർ അഞ്ചാങ്കല്ലിൽ ട്രാഫിക് പഞ്ചിംഗ് ബൂത്തിന് സമീപം ബസ് സ്റ്റോപ്പിലേക്ക് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറി 3 സ്ത്രീകൾക്ക് പരിക്കേറ്റു. ചെറുവത്തേരി സ്വദേശിനി കാര്യാട്ടുപറമ്പിൽ സംഗീത, പ്രേമ, സൈന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചേർപ്പ് രോഹിണി ആശുപത്രി, കൂർക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് ഇടിയുടെ ആഘാതത്തിൽ ബസ് സ്റ്റോപ്പും സമീപത്തെ വൈദ്യുതി കാലുകളും തകർന്നു വീണു. വൈദ്യുതി ബന്ധം നിലച്ചു. ഇന്നുച്ചയ്ക്ക് 12:10 അപകടം നടന്നത്. മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് നിയന്ത്രണം വിട്ടുവന്ന ബസ് യാത്രക്കാരിയെ ഇടിച്ചു തെറിപ്പിച്ചിരുന്നു. ബസ്സുകളുടെ അമിത വേഗത മൂലം മേഖലയിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. കൊടുങ്ങല്ലൂർ മേഖലയിൽ മഴ ശക്തം. കനോലി കനാൽ കരകവിഞ്ഞൊഴുകി, നിരവധി വീടുകൾ വെള്ളത്തിൽ. മഴ ശക്തമായതിനെ തുടർന്ന് കനോലി കനാൽ കരകവിഞ്ഞൊഴുകിയ നിലയിലാണ്. കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും നിരവധി വീടുകളാണ് വെള്ളത്തിലായിരിക്കുന്നത്. ഡാമുകൾ തുറന്നതും പുഴയിൽ ജലനിരപ്പുയരാൻ കാരണമായിട്ടുണ്ട്. നഗരസഭാ പ്രദേശത്തെ എൽത്തുരുത്ത്, കോട്ടപ്പുറം കോട്ട, പാലിയം തുരുത്ത്, കാവിൽ കടവ്, ഉഴുവത്ത് കടവ്, വയലാർ, ശ്രീനാരായണപുരം പഞ്ചായത്ത് പരിധിയിലെ ആല, ഗോതുരുത്ത് എന്നിവിടങ്ങളിൽ തീരദേശ റോഡും സമീപ പ്രദേശങ്ങളിലെ വീടുകളും വെള്ളക്കെട്ടിലാണ്. വയലാർ വാർഡിലെ സരോവരം അങ്കനവാടി വെള്ളത്താൽ ചുറ്റപ്പെട്ട നിലയിലാണ്. ആനാപ്പുഴ, അഞ്ചങ്ങാടി കിഴക്ക് ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ VR സുനിൽകുമാർ MLA സന്ദർശിച്ചു. മഴ തുടർന്നാൽ മറ്റൊരു പ്രളയത്തെ നേരിടേണ്ടി വരുമെന്ന ഭീതിയിലാണ് ഈ പ്രദേശം. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മഴയുടെ ഇതൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് മഴ. പിന്നെ നമ്മളെ ഈ പെരിങ്ങൽ ഡാം തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭീതിയിലും കൂടിയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ, ഈ പരിസരത്ത് മൊത്തം ഒരു 19 വീടുകളുണ്ട്. അതും മൊത്തം വെള്ളത്തിലായിക്കൊണ്ടിരിക്കുന്നു. മാള കൊമ്പിടിയിൽ അനുജനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ജ്യേഷ്ഠന് ജീവപര്യന്തം, കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ഇരിഞ്ഞാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് N വിനോദ് കുമാർ വിധി പ്രസ്താവിച്ചത്. 2020 സെപ്റ്റംബർ 22 കേസിനാസ്പദമായ സംഭവം. സ്വത്ത് തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ പ്രതി സഹോദരനായ ആന്റുവിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സ്വത്ത് ഭാഗം വയ്ക്കാത്ത പറമ്പിൽ പ്രതി വാഴക്കുഴി ഉണ്ടാക്കിയത് ആന്റു മണ്ണിട്ട് മൂടിയിരുന്നു. തുടർന്നുണ്ടായ തർക്കത്തിൽ ഇരുമ്പ് കമ്പി കൊണ്ട് ആന്റുവിന്റെ മുഖത്തും കഴുത്തിലും തലയിലും അടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചു. തുടർന്ന് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് ആന്റു മരണപ്പെട്ടത്. മാള SHO ആയിരുന്ന V സജിൻ ശശിയാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. ലൈസൺ ഓഫീസർ CPO KV വിനീഷ് പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. പിഴയൊടുക്കാത്ത പക്ഷം 1 വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണം. പിഴസംഖ്യ ഈടാക്കുന്ന പക്ഷം കൊല്ലപ്പെട്ട ആന്റുവിന്റെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും വിധിയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. കൂടാതെ കൊല്ലപ്പെട്ട ആന്റുവിന്റെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകുന്നതിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുടയിൽ പട്ടാപ്പകൽ വയോധികനെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. വെള്ളാങ്കല്ലൂർ സെന്ററിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. വെള്ളാങ്കല്ലൂർ സെന്ററിൽ തന്നെയുള്ള സെയിന്റ് ജോസഫ് ചർച്ചിന്റെ മുൻവശത്തുള്ള കടകൾക്ക് മുന്നിലാണ് സംഭവം നടന്നത്. അരിപ്പാലം ചീരക്കുഴി സ്വദേശി ശങ്കരപിള്ളയുടെ മകൻ രാജൻ പിള്ള എന്ന 65 വയസ്സുകാരനാണ് മരിച്ചത്. മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന ബാബു ജാമുൻ എന്ന പേരിലുള്ള റോഡരികിൽ താമസിക്കുന്നയാളാണ് കൊലപാതകം നടത്തിയത്.
ഇയാളെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ചെത്തിയ രാജൻ പിള്ളയും ബാബുവും തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. കല്ലുകൊണ്ട് അടിയേറ്റ് വീണ രാജൻ പിള്ളയെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. രാജൻ പിള്ളയുടെ ഭാര്യ പുല്ലൂർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരിങ്ങാലക്കുട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വീട് വെള്ളക്കെട്ടിൽ, ഗൃഹനാഥയുടെ അന്ത്യയാത്ര ഫൈബർ ബോട്ടിലൊരുക്കി ബന്ധുക്കൾ. വെള്ളക്കെട്ടിലായ വീട്ടിലെ ഗൃഹനാഥയുടെ മരണത്തെ തുടർന്ന് മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിക്കാനും തുടർന്ന് ശ്മശാനത്തിലേക്കുള്ള അന്ത്യയാത്രയും ഫൈബർ ബോട്ടിലൊരുക്കി ബന്ധുക്കൾ. ചാഴൂർ പഞ്ചായത്തിലെ പുറത്തൂർ മുനയത്ത് പുതിയടത്ത് രാമു ഭാര്യ സരസയാണ് പ്രമേഹം മൂർച്ഛിച്ച് പഴുവിൽ ആശുപത്രിയിൽ വെച്ച് ചൊവ്വാഴ്ച മരിച്ചത്. വീടിരിക്കുന്ന പ്രദേശം ആഴ്ചകളായി വെള്ളക്കെട്ടിലായതിനാൽ സംസ്കാര ചടങ്ങിനോടനുബന്ധിച്ചുള്ള പൂജകൾക്കും മറ്റുമായി മൃതദേഹം വീട്ടിലെത്തിക്കാനും സംസ്കരിക്കാനായി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാനുമായി വാഹനമെത്തുന്ന സ്ഥലം വരെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ഫൈബർ ബോട്ട് ഒരുക്കുകയായിരുന്നു. ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് മൃതദേഹം ബോട്ടിൽ 300 മീറ്ററോളം ദൂരം തള്ളി വീട്ടിലെത്തിച്ചു. ചാഴൂർ പഞ്ചായത്തിലെ പഴുവിൽ, ചാഴൂർ, പുറത്തൂർ, പുള്ള് എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകൾ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. പാലിയേക്കര ടോൾ സമാന്തര പാതയായ മണലി മടവാക്കര റോഡ് നവീകരിച്ച് തുറന്നു നൽകി. ചാലക്കുടി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തൃശൂർ, പാലക്കാട് ഭാഗത്തേക്ക് ടോൾ ഒഴിവാക്കി പോകാനുള്ള റോഡാണിത്. ഭാരവാഹനങ്ങൾ കൂടുതലായി കടന്നു പോയതോടെയാണ് റോഡ് തകർച്ചയുടെ വക്കിലെത്തിയത്. മുൻപ് പലതവണ റോഡ് നവീകരിച്ചിരുന്നുവെങ്കിലും ടോറസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ പോയി തുടങ്ങിയതോടെ സഞ്ചാരയോഗ്യമല്ലാതാവുകയായിരുന്നു. നെന്മണിക്കര പഞ്ചായത്തിന്റെ പരിധിയിലുള്ള റോഡ് തകർന്നത് നവീകരിക്കാതെ വന്നതോടെ ഏറെ പരാതിക്കും പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു. ഇതിനിടെയാണ് MLA ഇടപെട്ട് റോഡ് നവീകരിച്ചത്. KK രാമചന്ദ്രൻ MLA റോഡ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് അംഗം KV ഷാജു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം 35 ലക്ഷം രൂപയും വശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഐറിഷ് ഡ്രൈൻ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കും 8.3 ലക്ഷം രൂപ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. മടവാക്കര കാഴ്ചക്കടവിൽ മണലിപ്പുഴയിലേക്ക് ഒഴുകിയെത്തുന്നത് ദുർഗന്ധം വമിക്കുന്ന കറുത്ത ജലം. ഒരു പ്രദേശത്തെ മുഴുവൻ ശുദ്ധജല ക്ഷാമത്തിന് പരിഹാരമാകുന്ന ജലസ്രോതസ് മലിനമായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. പാലിയേക്കര മേഖലയിലെ ദേശീയ പാതയോട് ചേർന്ന് മണ്ണെടുത്ത കുഴികളിലെ വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് മണലിപ്പുഴയിലേക്കാണ്. നെന്മണിക്കര പഞ്ചായത്ത് 10ാം വാർഡ് മടവാക്കര കായൽ തോട്ടിലൂടെ അരക്കപ്പാടം ചീപ്പ് വഴിയാണ് വെള്ളം മണലിപ്പുഴയിലേക്ക് എത്തുന്നത്. വെള്ളത്തിന്റെ ഒഴുക്ക് കുറയുന്ന സമയങ്ങളിൽ ദുർഗന്ധം വമിക്കുന്ന കറുത്ത മലിനജലമാണ് തോട്ടിലൂടെ പുഴയിലേക്ക് ഒഴുകുന്നത്. മഴ കനത്ത് നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ഇപ്പോൾ വെള്ളത്തിന് നിറവ്യത്യാസവും ദുർഗന്ധവും കുറഞ്ഞെങ്കിലും സ്ഥിതി അതീവ ഗുരുതരമെന്നാണ് പരിസരവാസികൾ പറയുന്നത്. വിവിധ കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്ന മണലിപ്പുഴയിലേക്ക് എത്തുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് നിരവധി തവണ പരാതികൾ ഉയർന്നിരുന്നു. ഇതിന്റെ ഭാഗമായി അധികൃതർ ജലപരിശോധന നടത്തിയെങ്കിലും ജലം മലിനമാകുന്ന വിധത്തിൽ ഒന്നും കണ്ടെത്തിയില്ലെന്നും ചണ്ടിയും മറ്റും ചീഞ്ഞടിയുന്നതാണ് വെള്ളത്തിന്റെ നിറവ്യത്യാസത്തിനും ദുർഗന്ധത്തിനും കാരണമെന്നുമാണ് വിശദീകരണം. പ്രദേശത്തെ വിവിധ പറമ്പുകളിൽ നിന്നുള്ള സെപ്റ്റിക് മാലിന്യം ഉൾപ്പെടെ തോട്ടിലൂടെ ഒഴുകിയെത്തുന്നുണ്ടെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഇത് സംബന്ധിച്ച് വിശദമായ പഠനം നടത്തി കാഴ്ചക്കടവ് തോട്ടിലേക്കെത്തുന്ന വെള്ളത്തിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി മാലിന്യം പുഴയിലേക്ക് ഒഴുകുന്നത് തടയണമെന്നും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വമാണെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മണലിപ്പുഴ സംരക്ഷിക്കാൻ പഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൃശൂർ MG റോഡിൽ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച സ്കൂട്ടറിൽ ബസ്സിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. വിഷ്ണുദത്തും അമ്മയും സ്കൂട്ടറിൽ പോകുമ്പോഴായിരുന്നു സംഭവം. പരിക്കേറ്റ അമ്മ പത്മിനിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. രാവിലെ 8 മണിയോടെ തൃശൂർ MG റോഡിലായിരുന്നു അപകടമുണ്ടായത്.
റോഡിലുണ്ടായിരുന്ന കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. റോഡിൽ വീണ യുവാവിന്റെ ദേഹത്ത് കൂടി ബസ് കയറിയിറങ്ങി. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ നഗരസഭയിലെ കോൺഗ്രസ് BJP കൌൺസിലർമാരുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം നടത്തി. MG റോഡിൽ അപകടം നടന്നിടത്ത് കിടന്നാണ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ സമരം ചെയ്തത്. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു നീക്കി. തമിഴ്നാട് വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ പിടികൂടിയ പുലി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പുലി വീണ്ടും ഇരയെ തേടിയെത്തിയപ്പോൾ കൂട്ടിൽ അകപ്പെട്ടത്. ഇക്കഴിഞ്ഞ 20-ാം തീയതി വൈകിട്ടോടെയാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ തോട്ടം തൊഴിലാളി ദമ്പതികളുടെ മകളെ പുലി കടിച്ചുകൊണ്ടുപോയത്. അന്ന് രാത്രി വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായിരുന്നില്ല. ഒടുവിൽ പിറ്റേന്ന് രാവിലെ മുതൽ ഡോഗ് സ്ക്വാഡിന്റെയും ഡ്രോണിന്റെയും സഹായത്തോടെ നടത്തിയ തെരച്ചിലിനൊടുവിൽ രാവിലെ 11 മണിയോടെയാണ് വീടിന് സമീപത്തുള്ള തേയിലത്തോട്ടത്തിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പാതിയിലധികം ഭക്ഷിച്ച നിലയിലായിരുന്നു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അന്നു തന്നെ വനം വകുപ്പ് നരഭോജി പുലിയെ പിടികൂടാനായി കൂട് സ്ഥാപിച്ചിരുന്നു. ഈ കൂട്ടിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയത്. നാളുകൾക്ക് മുൻപും ഇതേ പ്രദേശത്ത് തേയിലത്തോട്ടത്തിൽ അമ്മയ്ക്കൊപ്പം നിന്നിരുന്ന കുട്ടിയെ പുലി പിടികൂടി കൊലപ്പെടുത്തി വനാതിർത്തിയിൽ ഉപേക്ഷിച്ചിരുന്നു. നിരന്തരം വന്യജീവി ആക്രമണമുള്ള പ്രദേശമാണ് വാൽപ്പാറ. കൊടകരയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടം ഇടിഞ്ഞു വീണ് 3 പേർ മരിച്ചു. കൊടകരയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇരുനില കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ പുറത്തെടുത്ത 3 തൊഴിലാളികളും മരിച്ചു. 3 പേരായിരുന്നു കെട്ടിടത്തിനുള്ളിൽ അകപ്പെട്ടത്. ഇവരിൽ 2 പേരുടെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. പിന്നാലെ നടത്തിയ തിരച്ചിലിൽ 3ാമത്തെ ആളുടെ മൃതദേഹവും പുറത്തെടുത്തു. പശ്ചിമ ബംഗാൾ സ്വദേശികളായ രൂപേൽ, രാഹുൽ എന്നിവരുടെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. ജോലിക്ക് പോകാൻ തയ്യാറാകുന്നതിനിടെയാണ് കൊടകര ടൗണിൽ തന്നെയുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇരുനില കെട്ടിടം തകർന്നു വീണത്. കെട്ടിടത്തിൽ 12 തൊഴിലാളികളാണ് താമസിച്ചിരുന്നത്. ഇവരിൽ 9 പേർ അപകടമുണ്ടായ സമയം പുറത്തേക്കിറങ്ങി ഓടി രക്ഷപ്പെട്ടു. വളരെ കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് തകർന്നു വീണത്. 40 വർഷം പഴക്കമുള്ള കെട്ടിടമാണിതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോഴത്തെ ഉടമയുടെ മുത്തച്ഛന്റെ കാലത്താണ് ചെങ്കല്ല് പാകി നിർമ്മിച്ച ഈ ഓടിട്ട കെട്ടിടം പണിതത്. ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച കെട്ടിടം കനത്ത മഴയെ തുടർന്ന് തകർന്നു വീഴുകയായിരുന്നു. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലാണ് തൊഴിലാളികൾ കുടുങ്ങിയത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.